ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ ചട്ടിക്കാട് നാളെ തന്നെ. അപ്പൊ ഇന്ന് എന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നവരസമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. 9 കൂട്ട സാധനമുണ്ട്. അത് കഴിഞ്ഞ് കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. അത് നിങ്ങൾ ക്ഷമിക്കുക എന്നോട്. മെയിൻ ആയിട്ടുള്ള 9 കൂട്ട സാധനങ്ങളാണ്. ഓക്കെ, അപ്പൊ വരൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ട നമ്മൾ ആദ്യം വേണം ഒരു ഇടികല്ല് വേണം കേട്ടോ. ഈ ഇടികല്ല് അത്യാവശ്യമാണ്. അയൽവക്കത്തെ വീട്ടിൽ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഓടി ചെന്നിട്ട് ഒരു തുണി എടുത്തിട്ട് മടക്കി ഈ കല്ലിനടിയിൽ ഇടുക. ഇല്ലെങ്കിൽ സൗണ്ട് കേൾക്കും, ടൈല് പൊട്ടാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ സാധനങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത് കുരുമുളക്, ജീരകം, വെളുത്തുള്ളി ഉലുവ, പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളക്, ആവശ്യത്തിനുള്ള വെളുത്തുള്ളി. ഓക്കെ, ഈ സാധനങ്ങളെല്ലാം നമുക്ക് ആദ്യം കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ജീരകം ചേർത്ത് കൊടുക്കാം, ഉലുവ ചേർത്ത് കൊടുക്കാം. ഇത്ര സാധനം ആദ്യം ഇടിക്കുക. ഇതൊക്കെ ഉണ്ടല്ലോ, ഈ രസം മഴക്കാലത്തൊക്കെ കുടിക്കാൻ സൂപ്പറാണ്. മാത്രമല്ല, നമുക്ക് ഇടയ്ക്കൊക്കെ ഈ വയറിന്റെ പ്രശ്നങ്ങളോ ഗ്യാസിന്റെ പ്രശ്നം, അതിനൊക്കെ ചുമ്മാ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നേക്കാളും നല്ലത് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇടിച്ച് നല്ല സൂപ്പറായിട്ടൊരു രസം വെച്ചങ്ങ് കുടിക്കുക. അസുഖങ്ങളൊക്കെ പമ്പ കിടക്കും. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 ചത കഴിച്ചാൽ മതി. ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എല്ലാം ചതച്ചെടുത്താൽ മതി. യെസ് കഴിഞ്ഞു. അടുത്തത് നമ്മുടെ കുക്കിംഗ് സെഷനിലോട്ട് പോവാം. വരൂ, ഫോളോ മീ. ചട്ടി വെച്ചു, സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എണ്ണ പോയി തപ്പി എടുത്തിട്ട് വരിക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മള് ചട്ടി ആദ്യം വെച്ചിട്ടുണ്ട്. മൺചട്ടി ആയിരുന്നു, മൺചട്ടി പൊട്ടിപ്പോയി. അതുകൊണ്ട് നമ്മൾ ചട്ടി വെച്ചു, ചീനച്ചട്ടി വെച്ചു. ആവശ്യത്തിന് ശുദ്ധമായ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കണമെന്ന് വിചാരിച്ച, പക്ഷെ ശുദ്ധമായ പാം ഓയിലാണ് ഒഴിക്കുന്നത്. ഓക്കെ, എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക്, ആവശ്യത്തിന് അധികം കടുക് ചേർത്ത് കൊടുക്കുക. ഓക്കെ, കടുക് ചെടപടയെന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം, സാമഗ്രികളെല്ലാം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പം ആഹാ, അത്യുഗ്രമായ ഒരു മണം. എന്താ പോണോ, ഒരുപാട് മൂക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്, ഒരുപാട് മൂക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇത് കണ്ട പുളിവെള്ളം, ഞാൻ പുളി കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഇത് നമുക്ക് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ ഒരുപാട് പുളി ഇതാക്കത്തില്ല കേട്ടോ, കാരണം തക്കാളിയുടെ ആ പുളി മതിയാവും ഇവിടെ. അധികം പുളി അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇനി ഇച്ചിരി വെള്ളം കൂടെ വേണം നമുക്ക്. രസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് രസത്തിന് ആവശ്യമായിട്ടുള്ള ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കായപ്പൊടി, സൂപ്പറായിട്ടുള്ള കായപ്പൊടി കേട്ടോ. ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനം. കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പ് ലാസ്റ്റാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് രസം തിളയ്ക്കണ്ട കേട്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടായതുകൊണ്ടോ തവിയെ നോക്കുമ്പോണ്ടോ ഈ ചൂട് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ചൂടായി വന്നാൽ മതിയാവും. സൈഡിൽ കൂടെ ഒരു ചെറിയൊരു തിള പോലെ വരും. ഫുള്ള് തിളയ്ക്കരുത്. തിള വന്നിട്ടുണ്ട് കേട്ടോ.
കണ്ടോ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അത്ര മതിയാവും, ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ഓഫ് ചെയ്തിട്ട് ദേ ആവശ്യത്തിനുള്ള ഇഷ്ടം പോലെ മല്ലിയില, ഞങ്ങൾക്കിവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ മല്ലിയില. അപ്പൊ ആവശ്യത്തിനുള്ള മല്ലിയിലയും ചേർത്ത് ദേ കണ്ടോ നല്ല സൂപ്പർ രസം കണ്ടോ, ആഹാ നല്ല രസമായിട്ടുണ്ട്. ആഹാ സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ നവരസം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളത് വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.